ഹായ് ഫ്രണ്ട്സ്, ഇത് തെങ്കാശിയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ ഞാനത് ഇടണമെന്ന് വിചാരിച്ച് പറ്റിയില്ല, പക്ഷേ ഇപ്പം ഞാനത് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ രാവിലത്തെ കാഴ്ചകളാണ്, എന്ത് രസമാണല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഞാൻ വീണ്ടും കാണുമ്പോൾ എനിക്ക് നല്ലൊരു കുറേ ദിവസങ്ങൾ അവിടെ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇത് രാവിലെ എവിടെ ഉണ്ടോ എന്തോ ഒരു ജീവിയാണത്, നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ രാവിലെ തന്നെ അതൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ അന്ന് കാണിച്ചിരുന്നല്ലോ, അവിടെ പൂച്ചയും പട്ടിയും മുയലും അങ്ങനെയുള്ള കുറേ ജീവികളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പം ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനിടയ്ക്ക് ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ നല്ല ഒരു ദിവസങ്ങളായിരുന്നു അവിടെ നമ്മൾ കഴിച്ചു കൂട്ടിയത് തന്നെ കേട്ടോ. അപ്പോൾ ഭയങ്കര നമ്മളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുറച്ച് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വളരെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളത് രാവിലെ തന്നെ അത് നടക്കാൻ ഇറങ്ങുമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നടക്കാൻ ഇറങ്ങും. അപ്പോൾ അവിടുത്തെ പിന്നെ കൃഷി രീതികളൊക്കെ ഞാൻ നേരത്തെയൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അത് കാണാത്തവർ ആ വീഡിയോസൊക്കെ പോയി ഒന്ന് കാണണം കേട്ടോ. അപ്പം ഈ കാണാത്തവർക്ക് തോന്നിയത് എന്താണ് എന്ന് തോന്നും. പക്ഷേ ഈ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മൾ തെങ്കാശി പോയത് എന്തിനാണെന്നും അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം അവിടെ രാവിലെ തന്നെ എല്ലാവരും അവിടെ ഒരു കൂടിലാണ് കേട്ടോ പൂച്ചകളൊക്കെ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് കുറച്ചങ്ങ് നടക്കാൻ ഇറങ്ങി. അതെ, അവിടുത്തെ കൃഷിയെ കണ്ടില്ല, ഇത് മത്തനാണ്. അപ്പോൾ അതിൻ്റെ കൃഷി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ട്, ഇത് നാരങ്ങയാണ് കേട്ടോ, നാരകം. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട്, കാരണം അതൊന്നും വിളവെടുത്ത് വന്നു തുടങ്ങിയില്ല. അത് അവരൊക്കെ നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രമാണ് അതൊക്കെ ഇത് കിട്ടുന്നത് അവർക്ക്. പിന്നെ വയലുണ്ടോ, അപ്പം അതൊക്കെ അവർ നന്നായിട്ട് സംരക്ഷിച്ച് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് റോസാ തോട്ടമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അത് കാണാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പട്ടികൾ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങോട്ട് കിടക്കുന്നവരെ. അത് കാരണം അതും പേടിയാണ്. പക്ഷെ അവിടെ അവൻ്റെ ഓണർ നിന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റി. അപ്പോൾ എന്ത് രസമാണല്ലേ. അപ്പോൾ ഒരുപാട്, പക്ഷേ ഒരേ കളറിലുള്ള റോസാണ് കേട്ടോ. അത് അവരുടെ കൃഷി ചെയ്തിട്ട് അവിടെ നിന്നാണത് പിന്നീട് വിൽക്കും അവർ. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് ഡ്രസ്സായിട്ട് ഞങ്ങളിങ്ങനെ കണ്ടു കേട്ടോ. പക്ഷെ പേടിയാണ്, പട്ടിയുടെ ഭയങ്കര ശല്യം എന്നല്ല, അത് അവരുടെ പിന്നെ സുരക്ഷയ്ക്കായിട്ട് അവർ വെച്ചിരിക്കുന്നത്. കാരണം അത് മറ്റുള്ളവർ കയറി അത് ഇതാക്കാതിരിക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്നതാണ് ആ പട്ടികളെ. അവരുടെ കൃഷിക്ക് ഒരു കുഴപ്പം പറ്റും, വേറെ ആരെങ്കിലും കയറി അവരുടെ പുരയിടത്തിൽ കയറി. അപ്പോൾ ഈ പട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ട് ചേട്ടൻ പറയുന്നുണ്ട് കുഴപ്പമില്ല പൊക്കോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയാണ്. പക്ഷെ ആ ഓണർ നിൽക്കുന്നതുകൊണ്ട് നമ്മളെയൊന്നും ആ പട്ടിയൊന്നും ചെയ്യൂല. പിന്നെ അവിടെ മുല്ലയുടെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ്. പക്ഷേ കൃഷിയാണെങ്കിൽ അത് പൂത്തൊന്നും തുടങ്ങിയില്ല. അതവർ പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, അതിൻ്റെ സീസൺ ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ നമ്മുടെ നാട്ടിലോട്ടൊക്കെ പിന്നെ വരുന്നത്, പൂവും മുല്ലപ്പൂവൊക്കെ വരുന്നത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇത് കുറേ ദൂരം വേറെയും കൃഷികളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇതിപ്പോൾ നമ്മൾ ആ പോകുന്നതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ടാണ് ഇത് അവിടെ ഇതൊക്കെ നമ്മൾ കാണാനായിട്ട് നിന്നത് കേട്ടോ. ഇത് രസമാണല്ലേ. പക്ഷെ ഒരേ കളറിലാണ്. ഇങ്ങനെ കൂട്ടത്തോടെ അവർ പറഞ്ഞു കുറേ ഇപ്പോൾ പറിച്ചു അടുത്ത കൃഷിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അവരുടെ വിലയും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. ഈ ചേട്ടനാണ് അവിടുത്തെ ഓണറെ. അദ്ദേഹമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒരു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ്. എന്തായാലും നമ്മളവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ പഠിച്ചു. ഇവിടെ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി കേട്ടോ. അപ്പം നമ്മുടെ കാര്യങ്ങൾ എന്തായാലും നല്ലതായിട്ട് നടന്നു. അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മളതിങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ പുളികളുണ്ട് കേട്ടോ. പുളി
ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ രസമുണ്ട്, പുളിയൊക്കെ പിടിച്ചിടും. പക്ഷേ അത് എല്ലായിടത്തും ഉണ്ട് ഈ പുളി. പക്ഷേ ഇതൊക്കെ നമ്മളവിടെ കണ്ടപ്പോൾ രസം തോന്നി. ഉണ്ടോ, നല്ല റോസ അല്ലേ. ഇതെല്ലാം കമ്പ് പൊട്ടതാ ഇപ്പടിയാച്ച് കണ്ണ് വാങ്ങി വെച്ചത് കൈ വാങ്ങി വെച്ചു. ലാഭം കിട്ടുമോ? ഒന്നും പറയാൻ പറ്റൂല ഇതിൻ്റെയൊക്കെ സ്വഭാവം. ആ കണ്ടോ, പുളിയാണ്. ഞാൻ പറഞ്ഞില്ലേ പുളികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ചൊക്കെ പക്ഷേ നല്ല പഴുത്ത് നിൽക്കുന്ന പൊടികളാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു ആ പുളിക്ക്. നമ്മളിങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിയും ആ മധുരവും ഒക്കെ കൂടെ അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കുറേ കൃഷി രീതികളെല്ലാം തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ ഈ പുളിയുടെയൊക്കെ ഇതാണ്, അവിടെ നിന്നാണ് ഈ പുളിയൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ അവർ ഒരുപാട് ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പം നമ്മളിടയ്ക്ക് കാരണം നമുക്ക് ഈ പട്ടികളൊക്കെ ഉള്ളത് കാരണം ഈ കൃഷിയിടത്തിൽ നേരിട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെ ആരെങ്കിലും അതിൻ്റെ ഓണേഴ്സ് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ അകത്ത് കടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പട്ടികൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എന്നാൽ ബൈ.